കൂട്ടുകാരന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? വിനോദേ, ഒരു കാര്യം ഞാൻ പറയാം. അവനെപ്പോലൊരു ആഭാസനായിട്ടുള്ള നിന്റെ ഈ കൂട്ടുകെട്ട് ഇന്നത്തോടെ അവസാനിപ്പിക്കണം. അവൻ ദേവൂട്ടിയോട് ചെയ്ത വൃത്തിയുടെയൊക്കെ നീ അറിഞ്ഞോ? കൂട്ടുകാരന്റെ പെങ്ങളാന്ന് പോലും നോക്കാതെ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അല്ല, അതിനുള്ള ശിക്ഷ ദേവിയായിട്ട് അവന് കൊടുത്തിട്ടുണ്ട്. ദേവൂട്ടിയെ ഉപദ്രവിച്ച വിവരം അറിഞ്ഞ് അവനെതിരെ പരാതി കൊടുക്കാൻ ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോ മയക്കുമരുന്ന് കേസില് അവനെ അതിനു മുമ്പേ പോലീസ് പിടിച്ചിരിക്കുന്നു. ഇനി കൂട്ടുകാരനെ കാണണമെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. ജയിലിലോ? അച്ഛനിത് എന്തറിഞ്ഞിട്ടാ? അച്ഛാ, പോലീസുകാര് അഭിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. അത് അവന്റെ പണവും സ്വാധീനം കൊണ്ട് നേടിയെടുത്തതാവും. പക്ഷേ ദൈവത്തിന്റെ കോടതി അവനെ വെറുതെ വിടില്ല. എന്റെ ദേവൂട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിനുള്ള ശിക്ഷ അമ്മ മൂകാംബിക അവന് കൊടുത്തോളൂ. അതിന് അധിക കാലതാമസം ഉണ്ടാവില്ല. പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇനി അവനുമായിട്ട് ഒരു കൂട്ടുകെട്ടിന് നീ പോകരുത്. അവനെ ഇനി മേലിൽ ഈ വീട്ടിൽ കയറ്റുകയും ചെയ്യരുത്. എല്ലാരോടും കൂടി പറയാ. നേരാണോ മോനെ? അവന് പോലീസുകാർ വെറുതെ വിട്ടോ? ആ വിട്ടു അമ്മേ. അതുകൊണ്ടല്ലേ ഇവള് തന്ന കവറ് എനിക്ക് അവനെ ഏൽപ്പിക്കാൻ പറ്റിയത്. പിന്നെ കേസൊന്നും നിൽക്കില്ലെന്നാ അവൻ പറയുന്നത്. ആ, ഇനി അതെന്തോ ആവട്ടെ. നീ ഇനി അവനുമായിട്ടുള്ള ചങ്ങാത്തത്തൊന്നും പോണ്ട കേട്ടോ. വെറുതെ പുലിവാലാവേ. നീ ഇരിക്ക്, ഞാൻ കഴിക്കാനെടുക്കാം. വാ. വിദ്യാമ്മ എന്ന സ്ത്രീ ഇവിടെയാണോ താമസം? അവരെ വിളിക്കേ, ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എന്തുവാടോ ഇത്? സാറേ, അവര് ക്ഷേത്രത്തിലാണെന്ന്. നടയടച്ചിട്ട് വരുന്ന ഈ കുട്ടി പറയുന്നത്. ആ, നടയടച്ചിട്ട് വരാൻ മാത്രം അവരെന്താ ക്ഷേത്രാധികാരിയോ ശാന്തിക്കാരോ മറ്റോ ആണോ? സാറേ, സ്ഥാനം കൊണ്ട് ആരും അല്ലെങ്കിലും അവര് കൂടുതൽ സമയവും ക്ഷേത്രത്തിലാണ് കഴിച്ചുകൂട്ടുന്നത്. അമ്മയെ തൊഴാനെത്തുന്നവർക്ക് സഹായവും ഉപദേശങ്ങളൊക്കെ ആയിട്ട്. ആ, മനസ്സിലായി. വരുമ്പോഴേക്കും നമുക്കും കിട്ടിയല്ലോ ചില ഉപദേശങ്ങളൊക്കെ. ഇയാളും ഇവിടെ തന്നെയാണ് താമസം? ആ സ്ത്രീ ഇവിടെ ഇല്ലാന്നുള്ളത് ഉറപ്പാണോ? കാരണം വരുന്ന വഴിക്ക് വെച്ച് ഞങ്ങൾ കണ്ടിരുന്നു, അതാ ചോദിച്ചത്. സാറേ, വന്നിട്ടില്ലെന്നാ പറയുന്നത്. എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് അകത്ത് കയറി ഇവിടുത്തെ സെറ്റപ്പൊക്കെ ഒന്ന് കണ്ടേക്കാം. എന്താ സാറേ? സാറേ, അകത്ത് പൂജയും പ്രാർത്ഥനയും നടക്കുന്ന സ്ഥലമായതുകൊണ്ട് ചെരുപ്പിട്ട് കയറരുതെന്നാ ഈ കുട്ടി പറയുന്നത്. ഓ, പൂജയും പ്രാർത്ഥനയൊക്കെ ഇവിടെയുണ്ടോ? അപ്പോ ഇതൊരു അമ്പലം തന്നെ ആണല്ലോ. കൊള്ളാലോ സെറ്റപ്പ്. ഇനി നമ്മളായിട്ട് അശുദ്ധമാക്കുന്നില്ല. ഇനി കയറാലോ. ആരെ ഇവിടെ നിങ്ങള് രണ്ട് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ? എന്താ ഇതൊക്കെ? എന്തുവാടോ ഈ പറയുന്നേ? സാറേ, ഇവിടെ ഇരുന്നാണ് വിദ്യാമ്മ പ്രാർത്ഥിക്കുന്നത്. ഓ, സ്വന്തമായിട്ട് പീഠവും വിളക്കൊക്കെ ഉള്ള ആളാണല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, വലിയ പുള്ളിയാണല്ലോടോ. സാറേ, അവരൊരു സാധുവാ, ഞാൻ പറഞ്ഞല്ലോ. ആ, സാധുവാണോ അസാധുവാണോ എന്നൊക്കെ വിശദമായി കണ്ടതിന് ശേഷം വ്യക്തമാക്കാം. ഏതായാലും നമ്മൾ കണ്ടിട്ടേ പോകുന്നുള്ളൂ. നടയടച്ച് കഴിയുമ്പോ
അവരോട് വരുമല്ലോ നമുക്ക് നോക്കാം.